ചെല്ലാനം നിവാസികളുടെ സ്വപ്ന പദ്ധതിയായ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. കാലതാമസമില്ലാതെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തീരസംരക്ഷണം സംസ്ഥാന സർക്കാർ പ്രധാന വിഷയമായി തന്നെയാണ് കണ്ടിരിക്കുന്നതെന്നും രണ്ടാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചെല്ലാനം ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട പദ്ധതിക്ക് അനുമതി ലഭിച്ചതിനുശേഷം തീരദേശത്ത് എത്തിയതായിരുന്നു മന്ത്രി. ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിലെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടൽഭിത്തി നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട ഒരുക്കങ്ങൾ നടക്കുന്നത്. കാലതാമസമില്ലാതെ നിർമ്മാണം ആരംഭിക്കുമെന്നും സമയബന്ധിതമായി ഇവ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി. അതിരൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശമെന്ന നിലയിലും ഈ വിഷയം ഗൗരവപൂർവ്വമായി ഗവൺമെൻറ് കാണുന്നു എന്നുള്ളതുകൊണ്ടുമാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇക്കാര്യങ്ങളിൽ സജീവമായി വളരെ പെട്ടെന്ന് ഇടപെടാനായിട്ടുള്ളൊരു അവസരമുണ്ടായത്. അതോടൊപ്പം ഇവിടെ നടന്ന ബഹുമുഖങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകും. ഇത് ക്ലിയറായിട്ട് മോണിറ്റർ ചെയ്യും. ഉദ്യോഗസ്ഥ തലത്തിനും ഭരണപരമായിട്ടുമെല്ലാം ഞങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നതിനും ആരംഭിക്കുന്നതിനും നിയമ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി കൊടുക്കുന്നതിനുള്ള നല്ല ഇടപെടലോട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പാണ് ചെല്ലാനത്തെ ടെട്രാപോഡ് കടൽഭിത്തി. 347 കോടി ചിലവിൽ 7.3 കിലോമീറ്റർ ടെട്രാപോഡ് കടൽഭിത്തിയുടെ ആദ്യഘട്ട നിർമ്മാണം 2023 പൂർത്തിയായത്. 306 കോടി രൂപയ്ക്കാണ് രണ്ടാം ഘട്ട പദ്ധതിക്ക് അനുമതിയായത്. 3.6 കിലോമീറ്റർ ദൂരത്തിലാണ് രണ്ടാം ഘട്ട നിർമ്മാണം നടക്കുക. കടലാക്രമണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാർ പദ്ധതിയിലൂടെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.